Dear students, today we are going to study about Chapter 1, Europe in Transition of Class 7. Here we can see a beautiful monument, Hagia Sophia. Let's get to know the significance of the wonderful monument. First of all, let's read what's in the chapter. Hagia Sophia. This is Hagia Sophia, one of the important monuments in the history of the world. It was built in the 6th century AD. Now it is preserved as a history museum in Turkey. It is the epitome of the architectural splendors of Constantinople, a city rich in historical monuments. Do you know the importance of Constantinople in the history of the world? പ്രിയപ്പെട്ട കുട്ടികളെ, 7ാം ക്ലാസ്സിലെ യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന ആദ്യ പാഠഭാഗം നമുക്ക് പരിചയപ്പെടാം. പാഠഭാഗത്തിന്റെ ആദ്യത്തിൽ നമുക്ക് അതിമനോഹരമായ ഒരു ചിത്രം കാണാം. നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു പദമാണ് ഹഗിയ സോഫിയ. ഈ ചിത്രത്തിൽ കാണുന്ന ഹഗിയ സോഫിയ, this is Hagia Sophia, one of the important monuments in the history of the world. ചിത്രത്തിൽ കാണുന്ന ഹഗിയ സോഫിയ ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. ഇറ്റ് വാസ് ബിൽറ്റ് ഇൻ ദ 6th century AD. AD 6ാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചത്. Now it is preserved as a history museum in Turkey. ഇന്ന് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായി ഇത് നിലനിർത്തിയിരിക്കുന്നു. It is the epitome of the architectural splendors of Constantinople, a city rich in historical monuments. മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയായ ഹഗിയ സോഫിയയെ പോലെയുള്ള നിരവധി ചരിത്ര ശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിലുണ്ട്. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ നിലനിന്നിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന് ലോക ചരിത്രത്തിലുള്ള പ്രാധാന്യത്തെ പറ്റി നമുക്ക് പഠിക്കാം. Locate Constantinople in the map. Constantinople, the present Istanbul, the elsewhere capital of the Eastern Roman Empire, has a unique place in the history of the world. ഭൂപടത്തിലെ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സ്ഥാനം നോക്കൂ. കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ അതിന്റെ പേര് ഇസ്താംബുൾ എന്നാണ്. ലോക ചരിത്രത്തിൽ ഒരു സുപ്രധാനമായ സ്ഥാനമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ഉണ്ടായിരുന്നത്. ഇന്ന് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പുതിയ പേര് ഇസ്താംബുൾ എന്നാണ്. റോം എന്ന പേര് നമുക്ക് ഇന്ന് ഒട്ടും പരിചിതമല്ലാത്ത ഒരു വാക്കാണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് എന്ന് പറയാം. ഇറ്റലിയുടെ പ്രധാനപ്പെട്ട നഗരമാണ് ഇന്ന് റോം. പഴയ കാലത്ത് ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ അറിയപ്പെട്ടിരുന്നത് റോം, ആഥൻസ്, സ്പാർട്ട തുടങ്ങിയ നാട്ടുരാജ്യങ്ങളുടെ പേരിലാണ്. നമുക്ക് ഈ ഇസ്താംബുളിന്റെ അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രത്യേകതകളിലേക്ക് കടക്കാം. What were the features of Constantinople? Center of knowledge. Adobe scholars and a treasure trove of scholarly texts. Gateway from Asia to Europe. Center of knowledge. വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു. Adobe of scholars and treasure trove of scholarly texts. പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ധാരാളം പണ്ഡിതന്മാരും അമൂല്യ ഗ്രന്ഥങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ വിജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ അറിവിന്റെ കേന്ദ്രമായിരുന്നു. ഗേറ്റ്വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു. നമുക്കൊന്നുകൂടി അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് മനസ്സിലാക്കാം. സെന്റർ ഓഫ് നോളജ്, വിജ്ഞാനത്തിന്റെ
കേന്ദ്രമായിരുന്നു, അറിവിന്റെ കേന്ദ്രമായിരുന്നു. എന്തുകൊണ്ട് അവിടെ ധാരാളം അല്ലെങ്കിൽ വിജ്ഞാനം ഉണ്ടായി? അഡോബ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ്, പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ധാരാളം പണ്ഡിതന്മാരും ധാരാളം അമൂല്യ ഗ്രന്ഥങ്ങളും ഉള്ളതുകൊണ്ട് അവിടെ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു. ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്, ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും കരമാർഗം എത്താനുള്ള ഒരേ ഒരു മാർഗമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. When the Turks conquered Constantinople in 1453, its resulted in the fall of the centuries old Eastern Roman Empire. When the Turks conquered Constantinople in 1453, it resulted in the fall of the centuries old Eastern Roman Empire. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ കിഴക്കൻ റോമാ സാമ്രാജ്യം തകർന്നു. Consequently, the scholars, artists and writers fled from Constantinople to nearby areas in great numbers. Many of them migrated to Italy. അവിടെ കേന്ദ്രീകരിച്ചിരുന്ന, അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെ നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അവരിൽ വലിയൊരു വിഭാഗം ഇറ്റാലിയൻ നഗരങ്ങളിലേക്കാണ് എത്തിച്ചേർന്നത്. എന്തുകൊണ്ടായിരിക്കാം കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ ഇസ്താംബുൾ തുർക്കികൾ കീഴടക്കിയപ്പോൾ ഇവിടുത്തെ പണ്ഡിതന്മാരും കലാകാരന്മാരും ഇറ്റലിയിലേക്ക് പോയത്? അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, കോൺസ്റ്റാന്റിനോപ്പിൾ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ കലകളെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്നാൽ പുതിയ ഭരണാധികാരികളായ മെഹ്മൂദ് രണ്ടാമന്റെ കാലഘട്ടത്തിലാണ് ഈ പ്രദേശം തുർക്കികൾ കീഴടക്കുന്നത്. പുതിയ ഭരണാധികാരികൾക്ക് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അറിവ് നേടാൻ ആഗ്രഹിച്ചിരുന്ന, കലകളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന പണ്ഡിതന്മാരായ ആളുകൾക്ക് ഇതിനുള്ള അവസരങ്ങളില്ലാതെയായപ്പോൾ അവർ അതിന് അവസരങ്ങളുള്ള മറ്റു പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു അല്ലെങ്കിൽ മാറി താമസിച്ചു. Why did they migrate to Italy? Italy was a country that upheld the rich Greco-Roman tradition. പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി. അതായത് എന്തായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിൽ ഉണ്ടായിരുന്നത്? അതേ സാഹചര്യം അല്ലെങ്കിൽ അതേ സംസ്കാരം തന്നെയായിരുന്നു ഇറ്റലിയിലും ഉണ്ടായിരുന്നത്. The rich Italian traders were the patrons of art, literature and culture. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. എന്താണോ ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ ചെയ്തത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുതന്നെയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിലെ പണ്ഡിതന്മാരും ആഗ്രഹിച്ചിരുന്നത്. These traders were keen to preserve the historical and cultural heritage. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു. ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങളെയും കലകളെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു അവിടുത്തെ സമ്പന്നരായ വ്യാപാരികൾ. Hence, the Italian cities furthered thinking and encouraged the spirit of learning among the immigrant scholars. ഇത്തരം സവിശേഷതകളുള്ള ഇറ്റലിയിൽ എത്തിച്ചേർന്ന പണ്ഡിതന്മാർക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ ലഭിച്ചു. By the end of the 13th century, the Renaissance, which began in Italy, flourished and spread to other nations. 13ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ കൂടുതൽ വളരുകയും വ്യാപിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഹഗിയ സോഫിയ, കോൺസ്റ്റാന്റിനോപ്പിൾ,
തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ദൃശ്യം കാണാം. അതിനു മുമ്പ് ഒന്നുകൂടി നമുക്ക് എന്തുകൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിലെ പണ്ഡിതന്മാർ ഇറ്റലിയിലേക്ക് പലായനം ചെയ്തു എന്ന് ശ്രദ്ധിക്കാം. ഇറ്റലി was the country that upheld the rich Greco-Roman tradition. പുരാതന ഗ്രീക്ക് റോമ സംസ്കാരത്തിന്റെ പൈതൃകം പേർന്ന രാജ്യമായിരുന്നു ഇറ്റലി. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ സംസ്കാരം എന്തായിരുന്നോ അതുതന്നെയായിരുന്നു ഇറ്റലിയിലും ഉണ്ടായിരുന്നത്. The rich Italian traders were the patrons of art, literature and culture. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. These traders were keen to preserve the historical and cultural heritage. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്നരായ വ്യാപാരികൾ തൽപരരായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കോൺസ്റ്റാന്റിനോപ്പിളിലെ പണ്ഡിതന്മാരും കലാകാരന്മാരും ഇറ്റലിയിലേക്ക് പലായനം ചെയ്തത്. ഇനി നമുക്ക് ഹഗിയ സോഫിയ, കോൺസ്റ്റാന്റിനോപ്പിൾ ഇവയുമായി ബന്ധപ്പെട്ട ചെറിയ രണ്ട് ദൃശ്യങ്ങൾ കാണാം. തുർക്കിയിലെ ഇസ്താംബൂളിൽ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ആരാധനാലയമാണ് ഹഗിയ സോഫിയ അഥവാ ആയ സോഫിയ. ചർച്ച് ഓഫ് ഹോളി വിസ്ഡം എന്ന പേരിലും ഇത് അറിയപ്പെട്ടിരുന്നു. AD 532 537 ഇടയ്ക്ക് ബൈസാന്റിയൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന ജസ്റ്റീനിയൻ ചക്രവർത്തിയാണ് ഇത് നിർമ്മിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇതിൻ്റെ ആദ്യഘട്ടത്തിലെ നിർമ്മാണം കോൺസ്റ്റാന്റിനോപ്പിളിലെ ഭരണാധികാരിയായിരുന്ന കോൺസ്റ്റാന്റീനിയസ് AD 360 ആരംഭിച്ചു എന്നും കരുതപ്പെടുന്നു. പിന്നീട് തിയോഡീഷ്യസ് രണ്ടാമൻ ഇതിൻ്റെ രണ്ടാമത്തെ കെട്ടിടവും നിർമ്മിച്ചു. AD 440 ഉണ്ടായ ഒരു വലിയ കലാപത്തിൽ ഈ രണ്ട് കെട്ടിടങ്ങളും തകർക്കപ്പെട്ടു. പിന്നീടാണ് ജസ്റ്റീനിയൻ ഒന്നാമൻ ഇന്ന് കാണുന്ന ഹഗിയ സോഫിയയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഗ്രീസിൽ നിന്നും സിറിയയിൽ നിന്നും ഇറക്കുമതി ചെയ്ത മാർബിൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ദേവാലയം AD 537 നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. എന്നാൽ 1453 മെഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ ഹഗിയ സോഫിയയും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി. ഒരു മുസ്ലിം പള്ളിയായി മാറിയ ഹഗിയ സോഫിയയുടെ പല ഭാഗങ്ങളിലും അറബി ലിപികൾ എഴുതിവെച്ചു. നിർമ്മാണ ചാതുര്യം കൊണ്ടും ശില്പവിദ്യകൾ കൊണ്ടും അനുഗ്രഹീതമായ ഹഗിയ സോഫിയ 1935 മുതൽ ഒരു ചരിത്ര സ്മാരകം. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് എത്തിച്ചേരാനുള്ള ഒരേ ഒരു കരമാർഗമാണ് ഇസ്താംബൂൾ. കരിങ്കടലിനും മെഡിറ്ററേനിയൻ കടലിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിൻ്റെ പഴയ പേര് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നായിരുന്നു. ബൈസാന്റീനിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഈ പ്രദേശം 1453 തുർക്കികൾ കീഴടക്കിയതോടെ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ട കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയിലെ ഒരു പ്രധാന നഗരമായതുകൊണ്ട് നഗരത്തിലേക്ക് എന്നർത്ഥം വരുന്ന ഇസ്താംബൂളായി. Now we can study about the Renaissance. The fine arts, literature and history in the medieval period were centered on religious ideology. മധ്യകാലഘട്ടത്തിലെ കല, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. The texts were invariably written in Greek and Latin, as these languages were considered elite and scholarly. ലാറ്റിൻ, ഗ്രീക്ക് എന്നിവയായിരുന്നു ആ കാലഘട്ടത്തിലെ പണ്ഡിത ഭാഷകൾ. അതായത് മധ്യകാലഘട്ടത്തില് ഒരു ചിത്രകാരന് ചിത്രം വരയ്ക്കുകയോ ഒരു സാഹിത്യകാരന് രചനകൾ നടത്തുകയോ ചെയ്യണമെങ്കിൽ അയാൾക്ക്
മതപരമായ അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളെ മാത്രമേ ആശ്രയിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. സ്വതന്ത്രമായ രചനകൾക്ക് സ്ഥാനമില്ലായിരുന്നു. മറ്റൊന്ന്, അയാൾക്ക് അയാളുടേതായ ഭാഷയിൽ രചനകൾ നടത്താൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. ആ കാലഘട്ടത്തിലെ ദൈവിക ഭാഷകളായിരുന്ന ലാറ്റിനിലും ഗ്രീക്കിലും മാത്രമേ അവർക്ക് രചനകൾ നടത്താൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നുള്ളൂ. ബൈ ദ ഡോൺ ഓഫ് ദ 13th century, 13ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് gave way to regional languages like Spanish, English and French. By the dawn of 13th century, 13ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ ലാറ്റിനും ഗ്രീക്കിനും പകരം സാധാരണക്കാരുടെ ഭാഷയായ ഇംഗ്ലീഷിലും സ്പാനിഷിലും ഫ്രഞ്ചിലും രചനകൾ നടത്താനുള്ള സ്വാതന്ത്ര്യം അവർക്ക്, കലാകാരന്മാർക്ക്, സാഹിത്യകാരന്മാർക്ക് കൈവന്നു. The writers of this period adopted the life of common man as the central theme of their works. സാധാരണക്കാരുടെ ഭാഷയിൽ രചനകൾ നടത്താൻ സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി അവർ സാധാരണക്കാരുടെ ജീവിതത്തെയാക്കി പ്രമേയം, അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിതത്തിനെ ആസ്പദമാക്കി സാഹിത്യകാരന്മാർ അവരുടെ രചനകൾ ആരംഭിച്ചു. The literature of this period was no longer confined to religion and philosophy, but gave way to the themes that depicted diverse aspects of human life. മതപരമായ ആശയങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ സാധാരണക്കാരുടെ ഭാഷയിൽ സ്വതന്ത്രമായി രചിക്കാൻ അവർക്ക് അവസരങ്ങൾ കൈവന്നപ്പോൾ ദൈവിക വിഷയങ്ങൾക്ക് പകരം മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ചിത്രങ്ങളും രചനകളും മാറി. Similar changes occurred in other art forms like painting and sculpture. കലയിലും വാസ്തുവിദ്യയിലും ഇതുപോലെയുള്ള മാറ്റങ്ങൾ വന്നു. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചിത്രം വരയ്ക്കണമെങ്കിൽ അയാളുടെ ഭാവനയ്ക്കനുസരിച്ച് ചിത്രം വരയ്ക്കാം. ഒരാൾക്ക് ഒരു രൂപം കൊത്തിവെക്കണമെങ്കിൽ, അയാൾക്കൊരു നിർമ്മാണം നടത്തണമെങ്കിൽ അയാളുടെ യുക്തിചിന്തയ്ക്കനുസരിച്ച് അയാൾക്ക് അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം. This vision primarily concerned with the various aspects of human life. ഇത്തരത്തിലുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്. This vision primarily concerned with the various aspects of human life, or the vision that concerned with the various aspects of human life is known as humanism. The vision, മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്. The vision concerned with the various aspects of human life is known as humanism. The new spirit of humanism inspired unique thoughts on the universe and human life. ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകള് പ്രപഞ്ചത്തെക്കുറിച്ചും പുതിയ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അതായത് അവർക്ക് സ്വതന്ത്രമായ രചനകൾ നടത്താൻ തുടങ്ങിയപ്പോൾ അവർ പ്രപഞ്ചത്തെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചിന്താഗതികളെ മാറ്റിമറിക്കുന്ന രീതിയിൽ ചിന്തകൾ ആവിഷ്കരിച്ചു. ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും, അതായത് സാധാരണക്കാരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും എഴുതാനും ആശയങ്ങൾ കൈമാറ്റം ചെയ്യാനും അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. It promoted reasoning and spirit of enquiry. It promoted യുക്തിചിന്തയ്ക്കും അന്വേഷണത്വരയ്ക്കും അല്ലെങ്കിൽ അന്വേഷണങ്ങൾക്കും ഇത് വഴി തെളിയിച്ചു. Consequently, a new awakening. Consequently, ഇതിന്റെ ഫലമായി a new awakening in all spheres of human life became visible in Europe, and it is known as Renaissance. A new awakening, മനുഷ്യ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇത്തരത്തിലുണ്ടായ ഉണർവാണ് നവോത്ഥാനം. A new awakening
in all spheres of human life. മനുഷ്യ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും ഉണ്ടായ ഉണർവിനെയാണ് യൂറോപ്പിലെ നവോത്ഥാനം എന്ന് പറയുന്നത്. What is Renaissance? A new awakening in all spheres of human life is known as Renaissance. What is humanism? The concepts that related to human aspects is known as humanism. The concept that related to human aspects is known as humanism. And what is Renaissance? Renaissance, the awakening in all spheres of human life is known as Renaissance. മനുഷ്യ ജീവിതത്തിന്റെ നാനാ മേഖലകളിലുമുണ്ടായ മാറ്റത്തെയാണ് ഹ്യൂമാനിസം നവോത്ഥാനം എന്ന് പറയുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം മാനവികതയുടെ വളർച്ചയാണ്. മാനവികത വളർന്നതോടുകൂടി നവോത്ഥാനം വളരെ വേഗത്തിൽ ശക്തി പ്രാപിച്ചു.